അത് ഞാൻ ചാമ്പിത്തൈലായിട്ടാണ് ഏറ്റവും ആദ്യം പരിചയം. അതിക്ക് മുന്നേ 2 വർഷം മുന്നേ ഞാനൊരു പല്ലിന് ചെറിയൊരു പുളിപ്പ് വന്നപ്പോ എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു കൊച്ചു പെൺകുട്ടി, ഞാൻ ടൈലറിങ്ങാണ്, എൻ്റെ കസ്റ്റമറാണ്. അവള് എനിക്കൊരു പേസ്റ്റ് തന്നു. ചേച്ചി ഇതിട്ട് തേച്ച് നോക്ക്, ചേച്ചിക്ക് നല്ലതാണ്, നല്ലതായിരിക്കും. ഞാനത് 2 വർഷമായി. ഞാനിപ്പോ പേസ്റ്റ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. നല്ല പേസ്റ്റ്. എനിക്കത് പല്ലിനൊക്കെ നന്നായിട്ട് വ്യത്യാസം വന്ന് പുളിപ്പ് ഒക്കെ മാറി, പല്ലിന് ചെറിയ പ്രശ്നം ഉണ്ടായതൊക്കെ എനിക്ക് നല്ലൊരു ഇത് കിട്ടി. അപ്പൊ ഇതെന്താണ് ഏതെന്നൊന്നും അന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് മുരളി സാറ് എൻ്റെ കസിനാണ്. ചേട്ടനായിട്ടാണ് എന്നെ ഈ വെൽനെസ്സിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തി. അപ്പൊ എന്നോട്, എടി നിനക്ക് കാലുവേദന, അന്ന് എനിക്ക് ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ്, കാലുവേദനയൊക്കെ ഉണ്ട്, തയ്ക്കാനിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ നീ ചാമ്പിത്തൈലം പെരട്ടി നോക്കാൻ പറഞ്ഞു. ചാമ്പിത്തൈലം, നോവേദന ജെല്ല്, നോവേദന ക്യാപ്സൂള്, നാൽസി എത്ര കൊണ്ട് തന്നു. ഞാനതൊരു 1 മാസം കഷ്ടി ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ നല്ല റിസൾട്ട് അതിന് കിട്ടി. പിന്നെ ഞാനത് തുടർന്ന് കുറെ നാൾ ഉപയോഗിച്ചു. പിന്നെ അങ്ങനെ കുറെ പ്രൊഡക്റ്റ് എന്നിൽ തന്നെ ഞാൻ അതിനെ ഇത് ചെയ്ത് പരീക്ഷണം നടത്തി. അതിനൊക്കെ എനിക്ക് നല്ല വ്യത്യാസങ്ങൾ കിട്ടി. ഞാൻ കവചപ്രാശ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ ന്യൂട്രി ലൈഫ്, പ്രോട്ടീൻ പൗഡർ. ഇപ്പൊ എനിക്ക് തൈറോയിഡിന് ഇതേ മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. എനിക്ക് എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് വണ്ണം വെച്ച് എനിക്ക് ഭയങ്കര അണപ്പും ഭയങ്കര പ്രശ്നങ്ങളായി. ഒരു 2-3 മാസം മുന്നേ, 3-4 മാസമായി. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിനക്ക് തൈറോയിഡ് ആയിരിക്കും, നീ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. തൈറോയിഡ് ചെക്ക് ചെയ്തപ്പോ ഹൈപ്പോ തൈറോയിഡ് അങ്ങേറ്റം വലിയൊരു ഇതിൽ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഡൈ ഹെൽത്ത് കഴിച്ചു. ഒരു 2-3 ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെയും ഞാൻ ഒരു 3 എണ്ണം കഴിച്ചു. അപ്പോഴും പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോഴും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ടും മാറിയിട്ട് നിർത്താം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഷുഗർ ഉണ്ട്. ഷുഗറിന് വർഷം എന്ന് വെച്ചാൽ ഒരു 6-7 വർഷം ഞാനിത് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിന് ഞാൻ എന്തായാലും ഇംഗ്ലീഷ് മരുന്നൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങള് ഫാമിലി ഇംഗ്ലീഷ് മരുന്ന്, എൻ്റെ മക്കളും ഞാനും ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോയിലാണ്. അങ്ങനെ ഞാൻ ആയുർവേദ മരുന്ന് ഞാൻ ഷുഗറിന് കഴിച്ചിട്ട് അത് ഇത്തിരീശ് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇല്ലാന്നല്ല, തീർത്തും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചേട്ടനായിട്ട് പരിചയപ്പെട്ട പിന്നെ ഇപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഡൈബ ലൈഫ് കഴിച്ചു തുടങ്ങിയിട്ട് എനിക്കിപ്പോ ഞാനൊരു 7 മാസമായി കഴിക്കണ്. എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 3 മാസമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ HbA1c പോയി അടുത്ത ആഴ്ച പോയി ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. അതോടൊപ്പം തൈറോയിഡിന്റെയും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ അപ്പൊ എന്താന്ന് റിസൾട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് PCODയുടെ കംപ്ലൈന്റ് ഉണ്ട്. അതിന് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഉമൻ കമ്പനിനും മറ്റേ ഇതും സൈക്ലോവയും കൊടുക്കുന്നുണ്ട്, ബ്ലഡ് പ്യൂരിഫയറും കൊടുക്കുന്നുണ്ട്, ലിവാഗൈനും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഒരു 2 മാസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന്റെ വൈഫിന് ഇതുപോലെ ഒരു മരുന്നും ആൾ ഉപയോഗിക്കില്ല. ആൾക്ക് ഒന്നിലും വിശ്വാസമില്ല. ഇംഗ്ലീഷ് മരുന്ന് അല്ലാണ്ട് വേറെ ഒരു മരുന്നും കഴിക്കാത്ത ആൾക്ക് ചുമ വന്ന മരുന്ന്. അന്ന് രാജസാറും മറ്റേ മുരളിച്ചേട്ടനും വന്ന് അവരോട് സംസാരിച്ചാണ്. എന്നിട്ടും അവര് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് യൂട്രസ് സംബന്ധമായിട്ട് നടുവേദനയൊക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളിലാണ്. കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും കഴിച്ചില്ല. ഇപ്പൊ അതിന് ശേഷം ഒരു ദിവസം ചുമ വന്നു കഴിഞ്ഞപ്പോ ഞാൻ നിർബന്ധമായിട്ടും കഫ്നില് കൊടുത്ത് നിർബന്ധമായിട്ടും നീ ഇത് കഴിക്കുന്നു പറഞ്ഞപ്പോ ആളത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ബ്രദറിന് ഇതുപോലെ ചുമയൊക്കെ വന്നിട്ടുണ്ട്. റിസൾട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് വാങ്ങിക്കാനിരിക്കുന്നത്. അപ്പൊ ആള് ചുമ വന്നു കഴിഞ്ഞപ്പോ പറയണ്, ചേട്ടാ ആ മരുന്ന് മേടിച്ച് കഴിച്ചു, ചേച്ചിനോട് പറയും, മുരളിച്ചനോട് തരാൻ പറയും, അത് നല്ല സാധനമാണ് ചുമ. അപ്പൊ കഴിക്കാതിരുന്ന വ്യക്തിയാണ്, ഞാൻ നിർബന്ധിച്ച് തല്ലിക്കൊട്ടി കൊടുത്തതാണ്. ഇപ്പൊ നല്ലൊരു റിസൾട്ട്, കഫ്നില് മാത്രമേ അത് കഴിച്ചിട്ടുള്ളൂ, അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ പലർക്കും മുരളിച്ചേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഓരോരുത്തരായിട്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. എനിക്കും ഇതുപോലെ പ്രോട്ടീൻ, മൂത്രം പതഞ്ഞു പോകായിരുന്നു. അത് ഒരു കുറച്ച് നാളുകളായി. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലോസറ്റിൽ ഇങ്ങനെ പതഞ്ഞു കിടക്കായിരുന്നു. അപ്പൊ ഞാൻ എന്താന്ന് എനിക്കറിയില്ല. അങ്ങനെ മുരളിച്ചേട്ടനോടൊപ്പം ചേട്ടൻ പറഞ്ഞു, നീ പ്രോട്ടീൻ പൗഡർ ഒന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ആ മൂത്രത്തിന്റെ പത തന്നെ മാറി. ഇപ്പൊ ഇല്ല, അങ്ങനെ മൂത്രം ഒഴിച്ചാൽ അങ്ങനെ ഒരു പതയണ ഇതില്ല. അതുപോലെ ന്യൂട്രി ലൈഫ് കഴിച്ച് എനിക്ക് അതിലും കുറെ വ്യത്യാസങ്ങളുണ്ട്. കാരണം വൈറ്റമിൻ ഡിയുടെ അഭാവമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആദ്യം ഒരു 2 വർഷം മുന്നേ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് അതിന്
ഇത് തന്നതായിരുന്നു, ടാബ്ലറ്റ് തന്നതായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും കഴിച്ചില്ല, ഇംഗ്ലീഷ് മരുന്നാണല്ലോ എന്ന് ഓർത്തിട്ട് 2 മാസം ഞാൻ കഴിച്ചുള്ളൂ, പിന്നെ ഞാൻ നിർത്തിയായിരുന്നു. ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെയൊക്കെ കുറെ വ്യത്യാസങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല റിസൾട്ട്, ഒന്നിനൊന്ന് എല്ലാം മെച്ചം. പേസ്റ്റ് ഇപ്പോഴും നിർത്തിയിട്ടില്ല കേട്ടോ, 2 വർഷമായി, ഇപ്പോഴും നിർത്തിയിട്ടില്ല. ചാമ്പിത്തൈലം എല്ലാം എല്ലാം നല്ല പ്രൊഡക്റ്റ്, നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ പലരെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മുരളീച്ചേട്ടന്. അപ്പൊ അവർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല റിസൾട്ടാണ്. ചോദിച്ചോട്ടെ,